അപ്പം ഇന്ന് മക്കളൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി ഒന്ന് എല്ലാം കൂടി ഒന്ന് അടിച്ച് വാരി എടുക്കാമെന്ന് കരുതി. ഇന്ന് തുടക്കാനൊന്നും നിൽക്കുന്നില്ല. ഇന്ന് ചോറും കറിയെല്ലാം വെച്ചിട്ട് വേറെ ചെറിയൊരു പരിപാടിയിലുണ്ട്, അതുകൊണ്ട് ഇന്ന് അതിനൊന്നും നിൽക്കുന്നില്ല. അപ്പം ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചെടുക്കുന്നുണ്ട്. ഒന്നാമത് ഇന്നലെ രാത്രിയത്തെ കുറേ കച്ചറയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ രാത്രി എനിക്ക് മുല്ലപ്പൂവിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ജാസ്മിൻ്റെ. അപ്പോൾ ആ ഒരു വർക്കുള്ളത് കാരണം ഞാൻ അതൊക്കെ സാളയിൽ എഴുന്നിട്ടാണ് ചെയ്തത്. പിന്നെ ഉറക്ക് വരുന്ന സമയമാകുമ്പോൾ അതവിടെ ഇട്ടിട്ട് ഞാൻ പോകും. പിന്നെ അന്നേരം അതൊന്നും ക്ലീൻ ചെയ്യാനിരിക്കൂലേ. അപ്പോൾ പിന്നെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിനൊക്കെ നിൽക്കുക. പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കൊഞ്ചനാണ് കിട്ടിയ, നല്ല അടിപൊളി കൊഞ്ചനാണ്. നാട്ടിലെ കൊഞ്ചനാണോ കയറ്റി വരുന്നതാണോ എന്നൊന്നും അറിയില്ല, നല്ല അടിപൊളിയായിട്ട് കണ്ടേ. പിന്നെ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീട്രൂട്ട് തോരനും അടുപ്പത്തടിയിട്ട് ആവശ്യമുള്ള തേങ്ങയും ഇട്ട്, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അത് ആ വെള്ളത്തിലടന്ന് വേഴുവേ. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ തേങ്ങ, അതായത് കൊഞ്ചൻ കറിക്കുള്ള തേങ്ങ അവിടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് എൻ്റെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയും കൂടി ആടിയിട്ടെ. ആ സമയം കൊണ്ട് ഏകദേശം ബീട്രൂട്ട് ആയി വരുന്നുണ്ട്, പക്ഷെ എന്നാലും വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. പിന്നെ ഞാൻ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്ത, കാരണം കൊഞ്ചം തുള്ളുമ്പം കൈ കൊണ്ടെല്ലാം വീഡിയോ എടുക്കേണ്ടത് വെച്ചിട്ട്. അപ്പോൾ കൊഞ്ചം വേറിയും കൊഞ്ചൻ്റെ തല വേറിയാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മീൻ മുറിക്കുന്ന സമയം കൊണ്ട് ഇതാ എൻ്റെ ചോറും നല്ല പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നേ. ചോറ് ഏകദേശം വെള്ളം തുള്ളി പതക്കുമ്പോൾ അപ്പടി ഞാനവിടെ ഓഫാക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് വെന്തോ നോക്കുമ്പോഴേ അത് പാകമായിട്ടുണ്ടാവും. പിന്നെ അരപ്പൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ തക്കാളി മുറിച്ചിട്ട് പച്ചമുളക് മുറിച്ചിട്ട് കൈ വെച്ചാണ് കറി കലക്കാറ്, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. പിന്നെ ഇതാ നമ്മളെ കൊഞ്ചൻ്റെ തലയെടുത്തൊന്ന് തലക്കറി വെക്കാമെന്ന് കരുതിയേ. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്നൊന്ന് പറയണേ. ഒരക്കഷ്ണം ഉള്ളി, ഒരു വലിയ തക്കാളിയും ഒരൊറ്റ പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ലേശം ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ആ ഒരു അരപ്പാണ് ഈ കൊഞ്ചൻ തലയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അതിൽ കിടന്ന് നല്ലോണം വറ്റി കുറുകി വരുവേ. ആ ഒരു മണവും ടേസ്റ്റും ഇത് മതി ഇന്ന് മക്കൾക്ക് ചോറ് തന്നാനേ. പാറൂസിന് അത്ര പറ്റൂല, കാരണം എരുവല്ലേ. സുമേശനും കൈലൂനും ഇത് ധാരാളം. ഇന്ന് വേറെ കൊഞ്ചൻ കറിയൊന്നും വേണ്ടി വരില്ല, വെറുതെ ആയില്ലേ എൻ്റെ കൊഞ്ചൻ കറിയെല്ലാം ഇന്ന്. അപ്പോൾ ഞാൻ കൊഞ്ചൻ്റെ കറീൻ്റെ അകത്തുനിന്ന്, മക്കൾക്ക് കൊഞ്ചൻ കറിയിലുള്ള കഷ്ണമൊന്നും വേണ്ട, പൊരിച്ചിട്ടാണ് വേണ്ട. അപ്പോൾ കറീൻ്റെ അകത്തുനിന്ന് വെന്തതിന് ശേഷം ഞാൻ ആ കഷ്ണം എടുത്ത് ലേശം മുളക് പൊടിയും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ വേറെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതാ മക്കൾക്ക് ഇഷ്ടം പൊരിക്കച്ചത് തിന്നാൻ. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മോളൂട്ടീനെ കാത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.